ഹലോ, അസ്സാം വലൈക്കും. ഞാനിന്നൊരു ചിക്കൻ ഗ്രേവി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഒരു ചട്ടി അടുപ്പ് കത്തിച്ചൊരു ചട്ടി അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സവാള പൊരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 6 സവാള എടുത്തിട്ട് കനം കുറച്ച് നീളത്തിൽ മുറിച്ചെടുക്കുക. അത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക, കുറേശ്ശെ ആയിട്ട്. $750 ഗ്രാം ചിക്കൻ ഉണ്ടാക്കാനാണ്. അത് പൊരിഞ്ഞ് വന്നിട്ടുണ്ടത് ചട്ടിയിൽ നിന്നും മാറ്റാം. എല്ലാ സവാളയും ഇതേപോലെ പൊരിച്ചെടുക്കുക. ഇനി ചിക്കൻ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തത് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. 1 മണിക്കൂറോ അരമണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ആ സവാള പൊരിച്ച് കോരിയ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. നല്ലതുപോലെ ഞെരിയണ്ട, വെന്താൽ മതി. മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ ചിക്കനും ഇതേപോലെ പൊരിച്ചെടുക്കുക. വേവായി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ആ ചിക്കനും ഉള്ളിയും പൊരിച്ച എണ്ണ തന്നെ 3 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക. അത് ഏകദേശം മൂപ്പായി. ഇനി 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും 3 പച്ചമുളക് മുറിച്ചതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ്. അത് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇനിയൊരു 300 ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അരച്ചെടുക്കുക. തക്കാളി നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് പൊരിച്ച കോഴി ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കുക. അതിലേക്ക് പൊരിച്ച ഉള്ളി ഇട്ട് കൊടുക്കുക.
6 സവാളയാണിത് ഞാൻ പൊരിച്ചെടുത്തത്. ഇനി അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റ്. അതെല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും. ഇനി അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയൊക്കെ വെന്ത് ഇനി അത് ഇളക്കി കൊടുക്കും. ഇനി അതിലേക്ക് അരച്ച് വെച്ച അണ്ടിപ്പരിപ്പും നെയ്യും ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക. ആർക്ക് ചെയ്യുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അരച്ച് വെച്ച അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ആ മിക്സി തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി തീ ഓഫാക്കുക. നല്ലതുപോലെ ഇളക്കുക. ഇനി സർവിങ് ഡിഷിലേക്ക് മാറ്റുക. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.